കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത് മാത്രം ഞാൻ നിന്നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചത്. നിനക്ക് സർവവും ഞാനായിരിക്കണം. ഒരിക്കലും നീ എന്നിൽ നിന്ന് അകലരുത്. ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ നീ വൈകിയത് കൊണ്ടല്ലേ ഇത്രയേറെ പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ടായത്. അത് നീ പറഞ്ഞല്ലോ, പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വിട്ടുകളയും? എനിക്കറിയാം ദേവേട്ട. എനിക്കറിയായിരുന്നു ദേവേട്ട, ദേവേട്ടൻ ദേഷ്യപ്പെടുമ്പോഴും എന്നോട് അത്രയേറെ സ്നേഹമാണെന്ന്. പക്ഷെ മാളവികയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അവളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാനാ? നിന്നെ കുറിച്ചല്ലാതെ മറ്റാരെ പറ്റി ചിന്തിക്കാൻ ഞാൻ തയ്യാറല്ല വൈദേഹി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഊർമിള ചേച്ചി നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്. പക്ഷെ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ? എന്നെക്കാളും മുന്നേ മാളവികയല്ലേ ദേവിയുടെ താലി കെട്ടിയത്? ദൈവം സാക്ഷിയായി ദേവിയുടെ തലി അവളുടെ കഴുത്തിലിട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ അവളെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യില്ല എന്ന് പറഞ്ഞ. അത് അറിവില്ലാത്ത കാലത്ത് എനിക്ക് പറ്റിയ ഒരു തെറ്റല്ലേ? അതിലെനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അച്ഛൻ അമ്മായിക്ക് കൊടുത്ത് വാക്കു ദേവേട്ട? ദേവേട്ടന്റെ അമ്മായിക്ക് എന്തോ പറ്റിയെന്ന് കരുതിയല്ലേ അച്ഛൻ നമ്മുടെ കല്യാണം നടത്തിയത്? പക്ഷെ ഇപ്പൊ അമ്മായിയുടെ മോള് തിരികെ വന്നിരിക്ക. അതുകൊണ്ട് അവര് വരില്ല എന്ന് കരുതിയല്ലേ കല്യാണം നടത്തിയത്? പിന്നീട് ഇങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് ഈ കല്യാണം അല്ലാണ്ടാവുന്നില്ലല്ലോ. മറുപടി പറ. ശരിയാ ദേവേട്ട, പക്ഷെ മാളവിക്ക് എന്തിന്റെ പേരിൽ അനുഭവിക്കണം? അവൾ എന്ത് തെറ്റിയതിട്ടാ അവക്കൊന്നും അറിയാത്ത പ്രായത്തിലെ ഈ കല്യാണം നടന്നത്? ഇടയ്ക്ക് വെച്ചിട്ട് അമ്മയെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ ബാക്കിയുള്ളത് ആ താലി മാത്രം ദേവേട്ട. അത് വേണ്ടാന്ന് വെക്കാൻ പറയുന്നത് തന്നെ തെറ്റല്ലേ? ഇതിനെപ്പറ്റി നീ എന്തിനാ ചിന്തിക്കുന്ന വൈദേഹി? എനിക്ക് സംഭവിക്കുമ്പോ ഒരു തരത്തിലും വേറൊരാൾക്ക് സംഭവിക്കുമ്പോ മറ്റൊരു തരത്തിലും എങ്ങനെയാ ചിന്തിക്ക? അന്യായം ആർക്കായാലും അന്യായം തന്നെയല്ലേ? എന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്ന് നീ തന്നെ പറ. എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്ത് സംഭവിക്കരുതെന്ന് മാത്രം പറഞ്ഞു തന്നു. ഏത് സാഹചര്യം ഉണ്ടായാലും മാളവികയ്ക്ക് ഒരിക്കലും അന്യായം നടക്കരുത്. ശരി, ദേവേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. ഒരുമിച്ച് കഴിക്കാം. എല്ലാവരും എത്തിയല്ലോ. നോക്കിക്കേ, നമ്മളാ വൈകിയത്. എന്താ ദേവേട്ട ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ദേവേട്ടൻ ചെന്നിരിക്ക്. അയ്യോ ചെല്ല് ദേവേട്ടാ. മാളവിക എവിടെ പോയി? ഭക്ഷണം കഴിക്കാൻ വന്നില്ല അല്ലേ? ഷെടാ, മനസ്സിന് സുഖമില്ലെങ്കില് ഒന്നും കഴിക്കാനും തോന്നില്ല. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇതെന്താ ഇത്രയും നേരം വിങ്ങിപ്പൊട്ടി കരഞ്ഞോണ്ടിരുന്നിട്ട് അപ്പോഴേക്ക് നാഗവല്ലി ഗംഗയായതെങ്ങനെ? ഇടയ്ക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്?
ആലോചിക്കുവാണോ? അത് നിന്റെ സീറ്റാ. എന്താന്ന് ചോദിക്കില്ലേ? നിന്റെ കല്യാണം ആദ്യം നടന്ന ഇവളുടെ കൂടെയാ. മാത്രമല്ല മുറച്ചെറുക്കനുമാണ്. വൈദേഹിയെക്കാളും നിനക്ക് തന്നെ അവകാശങ്ങൾ കൂടുതൽ. ആരെയും പേടിക്കാതെ നീ അവിടെ ഇരുന്നു. ഇരിക്കടൂ. ഇരിക്കും മാളവികെ, ധൈര്യമായിട്ടിരുന്നു. ഇതെന്താ? ഭർത്താവിനെ പങ്കിടാൻ വന്നവളെ അവള് തന്നെ അടുത്ത് പിടിച്ചിരുത്തുന്നു. ഒന്നിച്ച് ജീവിക്കാനുള്ള പ്ലാൻ ആണോ? അതോ ഇനി ത്യാഗം ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? അമ്മ ഇത് എന്താലോചിച്ചിരിക്ക? അച്ഛനിത് എന്താ പറ്റിയേ? പെട്ടെന്ന് കഴിക്കച്ചാ. ഒരു വറ്റ് തൊട്ട് പോലും നോക്കിയിട്ടില്ല. എടുത്ത് കഴിക്ക് ദേവേട്ടാ. വൈദേഹി ചേച്ചി, എന്താ ഈ നേരത്ത്? പാലെടുത്തോ. എനിക്കിപ്പോ പാല് വേണ്ട ചേച്ചി. എന്തുകൊണ്ട് വേണ്ട? അത്താഴം മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചു എന്ന് വരുത്തിയിട്ട് എഴുന്നേറ്റ് പോന്നു. ഇത് കുടിക്കേ. എനിക്ക് വിശക്കുന്നില്ലാത്തോണ്ടാ ചേച്ചി, ഇപ്പൊ വേണ്ട. വിശക്കുന്നുണ്ടോ കഴിച്ചോന്നൊക്കെ ചോദിക്കാൻ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നായിരുന്നില്ലേ നിന്റെ വിഷമം? ഇപ്പൊ എത്ര പേരാ നോക്കിയേ. നീ ഇങ്ങനെ വിഷമിച്ച് മാറി നിൽക്കുന്നത് കണ്ട അവർക്കെല്ലാം വിഷമാവില്ലേ? മാളവികെ, നിനക്ക് ഈ വീട്ടിൽ എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഇവിടുത്തെ ആസ്തിയിലായാലും മനുഷ്യരുടെ കാര്യത്തിലായാലും. ഇതുപോലൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒത്തിരി ഇഷ്ടം തോന്നുന്നു. ചേച്ചിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ഇവിടുന്ന് അടിച്ചോടിച്ചേനെ. പക്ഷെ ചേച്ചി അത് ചെയ്തില്ല. എത്ര പക്വതയോടെ ചേച്ചി പെരുമാറുന്ന, സ്നേഹത്തിനും ഒരു കുറവുമില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഒന്നിനോടും ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു താലി കഴുത്തിലുണ്ടായിരുന്നെങ്കിലും എന്റെ ഭർത്താവിനെ ഈ ജന്മം കാണാൻ പറ്റുമെന്നും കരുതിയിരുന്നില്ല. ഞാനിങ്ങനെ കല്യാണ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടുമില്ല ഇതുവരെ.
എന്ന് കരുതി എന്റെ ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ സാധിച്ചപ്പോ വേണ്ടാത്ത ആഗ്രഹങ്ങളെ മനസ്സിൽ കുടിയേറിയ അത് ഞാൻ ചേച്ചിയെ ദ്രോഹിക്കുന്ന പോലെ. അത് ശരിയാണെന്നും തോന്നുന്നില്ല. തെറ്റാണ് ചേച്ചി. ഞാൻ ഒരിക്കലും ചേച്ചിയുടെ ജീവിതത്തിൽ കൈകടത്തില്ല. അതോർത്ത് വൈദേഹി ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല. ചേച്ചി എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അറിയാതെ പറ്റിയൊരു തെറ്റാണ് എന്റെ കഴുത്തി കിടക്കുന്ന താലി. അതിന് വില കൽപ്പിക്കേണ്ട കാര്യമില്ല. എപ്പോ എങ്ങനെ നടന്നു എന്നുള്ളതല്ല കാര്യം. ആരോടൊപ്പമാണ് നടന്നത്, ആരുടെ വാക്കിന്റെ പേരിലാണ് നടന്നത് എന്നതാണ് കാര്യം. ഒരു ബന്ധം അത് ഉപേക്ഷിക്കണോ നിലനിൽക്കണോ എന്നുള്ളതൊന്നും നമ്മുടെ കൈകളിലല്ലല്ലോ മാളവിക. ഇത് ദൈവമായിട്ടുണ്ടാക്കിയ ബന്ധം അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാനും പറ്റില്ല. ഞാൻ തന്നെ അതിന്റെ ഒരു തെളിവാണ്. എന്റെ അനുജത്തിക്ക് വേണ്ടി എന്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായവളാ. പക്ഷെ ഒടുവിൽ എന്താ സംഭവിച്ചത്? ദൈവം എന്നെ തന്നെ കൊണ്ടുവന്ന് ദേവേട്ടന്റെ ഒപ്പം നിർത്തിയില്ലേ? അതാ ബന്ധങ്ങളുടെ ബലം. അർഹിക്കാത്ത ഒരു സ്ഥാനവും എത്ര തല കുത്തി നിന്നാലും ആർക്കും കിട്ടില്ല. അർഹതപ്പെട്ടത് നമ്മളെ വിട്ട് എങ്ങോട്ടും പോവുകയില്ല. എനിക്ക് ഉറപ്പുണ്ട്. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഇവിടെ ചേച്ചി മാത്രം അർഹതപ്പെട്ടവള്. അതുകൊണ്ടല്ലേ അകന്നു പോകാൻ പലവട്ടം ശ്രമിച്ചിട്ടും ദൈവം ദേവേട്ടന്റെ അടുത്ത് തന്നെ കൊണ്ടാക്കിയത്. അപ്പോ നീ എന്നെക്കാളൊക്കെ കണ്ണെത്താ ദൂരത്തായിരുന്നില്ലേ? എത്രയോ വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്നെയായിരിക്കും ഇവിടെ കൊണ്ടെത്തിച്ചത്. നീ ഇവിടെ അർഹതപ്പെട്ടവള് തന്നെയാ. അതുകൊണ്ടല്ല ചേച്ചി. മാളവികെ, ഇതിനെക്കുറിച്ച് കൂടുതൽ കടന്നു ചിന്തിച്ച വിഷമേ ഉണ്ടാവുള്ളൂ. ഒരു തീരുമാനം കണ്ടെത്തുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. കാലം തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തട്ടെ. ഈ പാല് കുടിച്ചിട്ട് കിടന്നു. ദേവേട്ടാ, ദേവേട്ടൻ എന്താ ആലോചിക്കുന്നേ? ആ പാല് കുടിച്ചില്ലല്ലോ. നീയും കുടിച്ചില്ലല്ലോ വൈദേഹി. ദേവേട്ടൻ പകുതി കുടിക്കേ, എന്നിട്ട് പകുതി എനിക്കിതാ. ഇനി ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവുമെന്ന് ആ ദൈവത്തിന് മാത്രമേ അറിയൂ ദേവേട്ട. നീ എന്തൊക്കെയാ പറയുന്ന വൈദേഹി? സത്യം അത് തന്നെയല്ലേ? നാളെ എന്ത് നടക്കുമെന്ന് ആർക്കറിയാം? ദേവേട്ടന്റെ ജീവിതത്തിൽ എനിക്കാവോ അവൾക്കാവോ സ്ഥാനം? എനിക്ക് പേടിയാ ദേവേട്ട. പുറത്തിങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ തന്നെ മനസ്സ് നിറയെ ആദ്യ കയറുക, പൊട്ടിക്കറിയാൻ തോന്നുന്നു. വൈദേഹി, നീ എന്തിനെങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നേ? എന്റെ ഇഷ്ടത്തിലും കഷ്ടത്തിലും സന്തോഷത്തിലും വേദനയിലും എപ്പോഴും എന്റെ കൂടെ നീ മാത്രമേ ഉണ്ടാവൂ വൈദേഹി. സത്യമായിട്ടും. നമ്മളെപ്പോഴും ഇതുപോലെ തന്നെയായിരിക്കും. ഇത് കുടിക്ക്.
അമ്മേ, ഇതച്ചാ കാപ്പി. മാളവികയെ കണ്ടില്ലല്ലോ. അവള് താഴേക്ക് വന്നില്ല മോളെ. ഓ, ഇതുവരെ എഴുന്നേറ്റിട്ടുണ്ടാവില്ലമ്മേ. കാപ്പി ഞാൻ മുറിയിൽ കൊണ്ടു കൊടുത്തോളാം. എന്ത് പക്വതയോടെ വൈദേഹി പെരുമാറുന്നത് കണ്ടോ? എങ്ങനെയാ ഞാൻ രണ്ടുപേർക്ക് ന്യായം കണ്ടെത്തുക? എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ. അതെന്താണെന്ന് കൂടി ദാസേട്ടൻ പറ. ഞാനന്ന് ഗുരുക്കളെ കാണാൻ പോവാ. അദ്ദേഹത്തിന് ഒരു പരിഹാരം പറയാനാവൂ. ശരി. മാളവികയെ, മാളവികയെ, മാളവികയെ. ഓ, കുളിക്കാൻ തോന്നുന്നു. ഇന്നലെ കൊടുത്ത പാൽ അവൾ അവിടെ തന്നെ വെച്ചിരിക്കുകയാണല്ലോ. കഷ്ടം, ചോറും കഴിച്ചിരുന്നില്ല. നടന്നതൊക്കെ ഓർമ്മിച്ച് മനസ്സ് വിഷമിച്ച് ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങിക്കാണും. പെട്ടെന്ന് ചെന്ന് അവക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ഈ പണിക്കാരികള് പണി എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും കണക്കാ. രാത്രി 9 മണിക്ക് ബിരിയാണി ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നു. അപ്പോ മാളവിക ആരും കാണാതെ രാത്രി പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കായിരുന്നു. ഞാൻ ഇന്നലെ പാലുമായിട്ട് ഇവിടേക്ക് വന്നപ്പോ അവൾ അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ വയറ് നിറച്ച് ബിരിയാണിയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാ പാൽ എവിടെ നിന്ന് ഇറങ്ങാനാ? അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അമ്മയ്ക്കെന്താ പറ്റിയേ? നേരം വെളുത്തപ്പ തൊട്ട് ആരെയോ കാത്തിരിക്കുകയാണല്ലോ. ആർക്കു വേണ്ടിയായിരിക്കും?